നോൺ ഓഡിറ്റ് കേസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് നീട്ടിയത് കാര്യം എല്ലാവരും അറിയാമല്ലോ. സെപ്റ്റംബർ 15 മാറ്റിയിട്ടുണ്ട്. ജൂലൈ 31 ആയിരുന്ന ഡേറ്റ് അത് സെപ്റ്റംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു കേസ് വരുമ്പം എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്താക്കാം, സെപ്റ്റംബർ 15 റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി ടാക്സ് അടക്കാനുള്ള കേസ് വരുമ്പോൾ 10,000 മേലെ ടാക്സ് നിങ്ങൾക്ക് അടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, ടാക്സ് ഇപ്പോഴേ എന്താക്കുക, മാക്സിമം അടച്ചു വെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ മാസം കഴിയുന്നോറും അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരും എന്നുള്ളതാണ്. 10,000 കൂടുതൽ ടാക്സ് അടക്കാൻ വരുന്നുണ്ടെങ്കിൽ, ഒരു വർഷം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സും അടച്ചിട്ടുണ്ടാവണം. അഡ്വാൻസ് ടാക്സ് അടക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതാത് പീരീഡ് ഓരോ വർഷത്തിൽ ഡ്യൂ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ അഡ്വാൻസ് ടാക്സ് അടക്കാൻ ഡ്യൂ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൾറെഡി കാൽക്കുലേഷൻ ആവും. പിന്നെ ഓരോ മാസം കഴിയുന്നോറും എന്താക്കും, ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി വരുന്നുള്ളതാണ്. ഇനി ടാക്സ് അടക്കാനൊന്നും ഇല്ലാത്തവർക്ക് എന്താക്കാം, കുഴപ്പമൊന്നുമില്ല. സെപ്റ്റംബർ 15 നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഇനി സെപ്റ്റംബർ 15 വരെ കാത്തിക്കണമെന്നുള്ളതാണ്. ഇപ്പം യൂട്ടിലിറ്റി ഇപ്പം ഓൾറെഡി വന്നിട്ടില്ല. യൂട്ടിലിറ്റി വന്നപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് വിടുക എന്നുള്ളത്. സെപ്റ്റംബറിലേക്ക് ലാസ്റ്റ് ഒന്നും പോയി വെക്കണ്ട. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഇൻകം എല്ലാം മീൻസ് ഓൾറെഡി നമുക്ക് കൺഫേംഡ് ആണ്. പിന്നെ എന്തിനാണ് വെറുതെ സെപ്റ്റംബർ ലാസ്റ്റിലോട്ട് പോയിട്ട് നമ്മളെ ഡിലേ ആക്കുന്നുള്ളതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യസമയത്ത് സെപ്റ്റംബർ 15 വരെ കാത്തു വെക്കണ്ട. അതിന് മുന്നേ കൃത്യമായിട്ട് നിങ്ങളെ കംപ്ലയിൻസ് കംപ്ലീറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്താക്കാം, ബന്ധപ്പെടാം.